വയനാടിന് സാന്ത്വനമായി പ്രധാനമന്ത്രിയുടെ സന്ദർശനം. ദുരന്തമേഖല സന്ദർശിച്ച അദ്ദേഹം സ്ഥിതിഗതികൾ വിലയിരുത്തിയ ശേഷം ദുരന്തബാധിതരെ നേരിൽ കണ്ടിരുന്നു. സന്ദർശനം പൂർത്തിയാക്കി ഇന്നലെ വൈകിട്ടോടെയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഡൽഹിയിലേക്ക് മടങ്ങിയത്. ദുരിതബാധിതർക്ക് ആശ്വാസവും ആത്മവിശ്വാസവും പകരുന്നതായിരുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സന്ദർശനം. കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയും പ്രധാനമന്ത്രിയെ അനുഗമിച്ചു. കണ്ണൂർ വിമാനത്താവളത്തിലെത്തിയ പ്രധാനമന്ത്രി മുഖ്യമന്ത്രിക്കും ഗവർണർക്കുമൊപ്പമാണ് വയനാട്ടിലേക്ക് തിരിച്ചത്. ദുരന്തമേഖലയിലൂടെ വ്യോമനിരീക്ഷണം നടത്തിയ ശേഷമാണ് പ്രധാനമന്ത്രി കൽപ്പറ്റയിലെ ഹെലിപാഡിലെത്തിയത്. തുടർന്ന് വാഹനമാർഗം ദുരിതബാധിത മേഖലയിലെത്തിയ അദ്ദേഹം സ്ഥിതിഗതികൾ വിലയിരുത്തി. ദുരിതാശ്വാസ ക്യാമ്പിലെത്തി ദുരിതബാധിതരായ ജനങ്ങൾക്ക് പ്രധാനമന്ത്രി ആത്മവിശ്വാസം പകർന്നു. പരിക്കേറ്റ് ആശുപത്രിയിൽ കഴിയുന്നവർക്ക് സ്വാന്തനമായിരുന്നു അദ്ദേഹത്തിന്റെ സന്ദർശനം. അദ്ദേഹം ആദ്യം നടന്ന ഇൻസിഡന്റിനെ കുറിച്ച് ചോദിച്ചു. ഇൻസിഡന്റിനെ കുറിച്ച് പറയും. പിന്നെ തോള് തട്ടി ഒരാശ്വാസം അതുപോലെ തോള് തട്ടി ഒപ്പം ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. അത് ഇന്ത്യൻ പ്രധാനമന്ത്രിയിൽ തോള് തട്ടി നമുക്കൊരു വിശ്വാസം വരുമല്ലോ, ഒരു ഊർജ്ജം. അപ്പോൾ പറഞ്ഞ എല്ലാത്തിനും ഉണ്ടാവും. ഞാൻ ആദ്യം ഭേദമായിട്ട് ഡോക്ടറായിട്ട് സംസാരിച്ചിട്ടുണ്ട്. നട്ടലിങ്ങനെ പൊട്ടിയതിൻ്റെ കാര്യമൊക്കെ അവർ പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞു ഓക്കെയാണ്. തുടർന്ന് കളക്ടറേറ്റിൽ നടന്ന ഉന്നതതല യോഗത്തിൽ പങ്കെടുത്ത പ്രധാനമന്ത്രി സംസ്ഥാനത്തോട് മെമ്മോറാണ്ടം തയ്യാറാക്കാൻ ആവശ്യപ്പെട്ടു. ദുരന്തബാധിതർക്കായി സത്യമായ എല്ലാവിധ സഹായങ്ങളും ഉണ്ടാകുമെന്ന് അദ്ദേഹം അറിയിച്ചു. ജനം, വയനാട്.